CPM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികളെന്ന വികസന രേഖയിൽ ഇന്ന് പ്രതിനിധികൾ ചർച്ച നടത്തും. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും ഇന്ന് നടക്കും. കൂടുതൽ വിശദാംശങ്ങൾ ഷമീർ അബ്ദുൾ നൽകും. ഷമീർ, ഇന്ന് പ്രധാനമായും നവകേരളത്തെ നയിക്കാൻ പുതുവഴികളെന്ന വികസന രേഖയിലുള്ള ചർച്ച തന്നെയായിരിക്കും ഏറെ ആകർഷണീയമായിരിക്കും ഉണ്ടായിരിക്കും. ഒപ്പം പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും ഇന്ന് നടക്കും. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? സംഗീത സമ്മേളനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ പൊതുചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിന്മേലുള്ള പുതുവഴികൾ, അതിന്മേലുള്ള ചർച്ച. സമാനമായ മാറ്റം ഈ നയരേഖയിൽ ഉണ്ട്. അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അത് അടച്ചുപൂട്ടാറായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കം സ്വകാര്യ മേഖലയ്ക്ക് നൽകുക, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നേറ്റം അതും സ്വകാര്യ മേഖലയ്ക്ക് നൽകുക. അങ്ങനെ എറണാകുളം സമ്മേളനത്തിൽ അവതരിപ്പിച്ചതിന് തുടർച്ചയായിട്ടുള്ളൊരു നയരേഖയാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. സർവ്വമേഖലയിലുള്ള വികസന സാധ്യതകൾ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതിന്മേലുള്ള ഒരു പൊതുചർച്ച ഉണ്ടാകും. എന്തായാലും സമ്മേളനത്തിൽ, ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത് പോലീസിനും ആഭ്യന്തര വകുപ്പിനും എതിരെ ഉയർന്ന വിമർശനങ്ങളാണ് സംസ്ഥാനത്ത് നടന്ന വിവിധ ജില്ലാ സമ്മേളനങ്ങളിൽ നമ്മൾ കണ്ടത്. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിൽ അത്തരത്തിലൊരു വിമർശനം ഉണ്ടായില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. മുഖ്യമന്ത്രിയെ പ്രശംസിക്കുന്നതല്ലാതെ മറ്റൊരു വിമർശനം മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പിനോ എതിരെ ഈ സമ്മേളനത്തിൽ ഉണ്ടായില്ല എന്നതും നമുക്ക് ശ്രദ്ധേയമാണ്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്ന ചർച്ചകൾക്കൊക്കെ തന്നെ, വിമർശനങ്ങൾക്കൊക്കെ തന്നെ മറുപടി ഉയരും. ആ മറുപടി നൽകുന്ന നടപടിക്രമങ്ങളും ഉണ്ടാകും. നാളെയാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനം. ഏതായാലും 2.5 ലക്ഷം പേരെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന നഗരിയിലായി സീതാറാം യെച്ചൂരി നഗറിലേക്ക് എത്തിക്കാനാണ് സംഘാടകരുടെ ശ്രമം. അതിനായുള്ള ഒരുക്കങ്ങൾ ഒരു സൈഡിൽ നടക്കുമ്പോഴാണ് സമ്മേളനത്തിന്റെ അവസാനഘട്ട നടപടികൾ പുരോഗമിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ പ്രഖ്യാപിക്കുക എന്നുള്ളത് സാധാരണയായി പാർട്ടിയുടെ 24ാം കോൺഗ്രസിന് ശേഷമായിരിക്കും അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുക. പക്ഷേ കഴിഞ്ഞ എറണാകുളം തെരഞ്ഞെടുപ്പിൽ അതിനു മുന്നേ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമ്മേളന കാലത്തും അതിനു മുന്നേ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ പ്രഖ്യാപിക്കണം എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുമുണ്ട്. എന്തായാലും അതിലും സസ്പെൻസ് തുടരുകയാണ്. എന്തായാലും സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നാണ് പൊതുചർച്ചയ്ക്ക് മേലുള്ള മറുപടിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നയരേഖ. ആ നയരേഖയ്ക്ക് മേലുള്ള ചർച്ചകളും പ്രതിനിധികൾ നടത്തും. അതിന് മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകുകയും ചെയ്യും. സംഗീത. ശരി ഷമീർ.